നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല കിഡിലൻ ടേസ്റ്റിൽ ഒരു രസം ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരൽപ്പം കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തു. ഒന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെറിയ 2 തക്കാളി കട്ട് ചെയ്തത്, വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അതങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 പിടി മല്ലിയില. ഇത് നമുക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം 2 പിടി ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലർക്കാണെങ്കിൽ മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, അതിൻ്റെ സ്മെല്ല്. ഇതിങ്ങനെ വഴറ്റി ചേർക്കുന്നതുകൊണ്ട് അതുണ്ടാവില്ല കേട്ടോ. ഇഷ്ടമില്ല എന്നുള്ളവർ കുറച്ച് മാത്രം ചേർക്കണം. പക്ഷേ എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി ഒരു 8-10 കഷ്ണം വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ ഇഞ്ചിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനും നമുക്കല്ലാതെ തന്നെ കുടിക്കാനും ഒക്കെ നല്ലൊരു രസമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് എരിവിനാവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് പുളി എടുത്തിട്ട് പിഴിഞ്ഞ്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് പരിപ്പ് വേവിച്ചിട്ട് അതിൻ്റെ കുറച്ച് പരിപ്പ് ചേർത്തിട്ടുണ്ട്, ബാക്കി വെള്ളം. നമ്മുടെ രസത്തിന് ആവശ്യം, നമുക്ക് എത്ര രസമാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള പരിപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരൽപ്പം പരിപ്പ് കൂടി ഇതിൽ ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഇതിന് ഞാൻ ഉപ്പ് നോക്കുന്ന സമയത്ത് ഉപ്പൊരൽപ്പം കുറവാണ്. രസത്തിന് നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം രസം വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ കഷ്ണങ്ങളെല്ലാം വെന്ത്, തക്കാളിയൊക്കെ വെന്ത്, വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് ഒന്നുകൂടി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പും കുരുമുളക് പൊടിയുടെ എരിവും ഒക്കെ കറക്റ്റാണെന്ന് നോക്കാം. എല്ലാം നല്ല കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്